NIOSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് 2015 ഏപ്രിൽ നടത്തിയ ക്വസ്റ്റ്യൻ ഹിസ്റ്ററി എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് അത് ഞാൻ പറഞ്ഞു തരികയാണ്. അതിനു മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എ, സെക്ഷൻ ബി എന്നിങ്ങനെ ആയിരിക്കും. നിങ്ങളിപ്പോൾ മലയാളം എക്സാം എഴുതി കഴിഞ്ഞവർക്കറിയാം, ഒരുവിധം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതികളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സെക്ഷൻ എയിൽ നിന്നും 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, 10 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, അതുപോലെ 4 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ്, അത് പിന്നെന്താണ് മാപ്പ് 10 മാർക്ക്. ഇത്രയും സെക്ഷൻ എയിൽ നിന്നുണ്ടാവുന്നതാണ്. സെക്ഷൻ ബിയിൽ നിന്ന് ഓപ്ഷണൽ മൊഡ്യൂൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എഴുതണം. അതിന് 14 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് ഹിസ്റ്ററിയുടെ എക്സാം. ഇത് 2015 ഏപ്രിലിൽ നടത്തിയ എക്സാം, ഒരു ഹിസ്റ്ററിയുടെ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നെയിം 2 ഇമ്പോർട്ടൻറ്റ് ലിറ്റററി സോഴ്സസ് ഓഫ് മൗര്യൻ ഹിസ്റ്ററി. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയുന്നതിന്, മൗര്യ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നതിന് പ്രധാനപ്പെട്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി സോഴ്സസ്, അതായത് നമ്മൾ ഏതൊരു ചരിത്രം മനസ്സിലാക്കുന്നതിന് എന്താണ് ചില സോഴ്സസ്, ഉറവിടങ്ങളുണ്ടായിരിക്കും. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയുന്നതിന്, മനസ്സിലാക്കുന്നതിനുള്ള എഴുതപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാണ്, ലിഖിതമായ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ അയൺ പില്ലർ അറ്റ് മഹ്റുലി ഇൻ ഡൽഹി വെൽ നോൺ. എന്തിൻ്റെ പേരിലാണ്? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളതാണ്. അതായത് ഡൽഹിയിലെ മഹ്റുലിയിലുള്ള അയൺ പില്ലർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് എന്നൊക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മിഡീവൽ ഇന്ത്യ വാട്ട് വാസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഖേത് ബദായി ആൻഡ് ലോക് ബദായി. ഇതും ഞാൻ എന്ത് ചെയ്തതാണ്, നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നാലാമത്തത്, വാട്ട് ഈസ് മെൻറ്റ് ബൈ അപ്പീസ്മെൻറ്റ് പോളിസി. പ്രീണന നയം, പ്രീണിപ്പിക്കൽ നയം, അതും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻ ഉണ്ടാവും. അതായത് 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ആർ ദ 4 നോബിൾ ട്രൂത്ത്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ 4 നോബിൾ ട്രൂത്ത്സിനെ കുറിച്ച് എഴുതാനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെഴുതാം, ഡെസ്ക്രൈബ് ദ റിലീജിയസ് ബിലീഫ്സ് ഓഫ് ദി ഹാരപ്പൻസ്. ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസങ്ങളെക്കുറിച്ച് എഴുതാനാണ്. 6-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വാസ് ഔറംഗസീബ്സ് പോളിസി ടുവേർഡ്സ് ദ രജപുത്സ് ഡിഫറൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അക്ബർ. എങ്ങനെയാണ് ഔറംഗസീബിൻ്റെ പോളിസി, ആരോടുള്ള, രജപുത്രന്മാരോടുള്ള ഔറംഗസീബിൻ്റെ പോളിസി അക്ബറിൻ്റേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. എങ്ങനെയായിരുന്നു വ്യത്യസ്തമായിരുന്നത്? അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാമിൻ ദ എഫക്ട്സ് ഓഫ് ടിമൂർസ് ഇൻവേഷൻസ് ഓൺ ദ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ മേൽ ടിമൂർസിൻ്റെ ഇൻവേഷൻസ്, അവരുടെ അതിക്രമിച്ച് കടക്കൽ അല്ലെങ്കിൽ പിടിച്ചടക്കലിനെ കുറിച്ച്, അതിൻ്റെ എഫക്ട്സിനെ കുറിച്ച് എഴുതാനാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. 7-ാമത്തെ ക്വസ്റ്റ്യൻ, ഡെസ്ക്രൈബ് ദ കോസസ് ഓഫ് ദ ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിൾ ഇൻ സൗത്ത് ഇന്ത്യ. എന്തെഴുതാനാണ്? ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിളിൻ്റെ, സൗത്ത് ഇന്ത്യയിൽ ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിളിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. അതല്ലെങ്കിൽ ഏതെഴുതാം, വൈ വാസ് ഹണ്ടർ കമ്മീഷൻ സെറ്റപ്പ്, മെൻഷൻ ഇറ്റ്സ് മെയിൻ റെക്കമെൻഡേഷൻസ്. അപ്പോൾ ഹണ്ടർ കമ്മീഷനെ കുറിച്ച് എഴുതാനാണ്. 4 മാർക്കിൻ്റെ 7-ാമത്തതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് എഴുതാം. 8-ാമത്തേത്, വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഓൺ ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഏതിൻ്റെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് എഴുതാനാണ്. അതല്ലെങ്കിൽ ഏതെഴുതാം, 8-ാമത്തേൽ ഓപ്ഷൻ എന്ന് പറയുന്നത്, എക്സാമിൻ ദ മെയിൻ ടേംസ് ഓഫ് ദ ഗാന്ധി ഇർവിൻ പാക്റ്റ്. ഗാന്ധി ഇർവിൻ പാക്റ്റിൻ്റെ മെയിൻ ടേംസിനെ കുറിച്ച് എഴുതാം. 9-ാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഇൻ്റർനാഷണൽ കോൺസിക്വൻസസ് ഓഫ് ദ റഷ്യൻ റവല്യൂഷൻ ഓഫ് 1917. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് എഴുതാനാണ്. അടുത്ത് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെഴുതാം, എക്സാമിൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ അമേരിക്ക. ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ അമേരിക്ക, അതിനെക്കുറിച്ചിട്ട് എഴുതാനാണ്. 10-ാമത്തേത്, വാട്ട് ഈസ് ട്രൂമൻ ഡോക്ട്രെയിൻ. എന്താണ് ട്രൂമൻ ഡോക്ട്രെയിൻ? അതുപോലെ വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ എയിം, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇതൊക്കെ നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ പഠിച്ചതായിരുന്നു. അല്ലെങ്കിൽ ഏതെഴുതാം, 10-ാമത്തേൽ ഓപ്ഷൻ, വൈ ഈസ് ദ ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് കൺസിഡേർഡ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. എന്തുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്
സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് പറയപ്പെടുന്നത് അത്, അല്ലെങ്കിൽ 10ാമത്തേൽ ട്രൂമൻ ഡോക്ട്രിനെ കുറിച്ച് എഴുതാം. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണത്തെക്കുറിച്ച് എഴുതാനാണ്. വാട്ട് എഫക്ട്സ് ഡിഡ് ഇറ്റ് ഹാവ് ഓൺ അർബൻ സൊസൈറ്റി? നാഗരിക ജീവിതത്തിന് അല്ലെങ്കിൽ നാഗരിക സമൂഹത്തിൽ ഇത് വരുത്തിയ എഫക്റ്റിനെ കുറിച്ച് എഴുതാനായിട്ടാണ്. അല്ലെങ്കിൽ ഏതെഴുതാം, ഇൻ വാട്ട് വേസ് ഡിഡ് ദ ലിംഗ്വിസ്റ്റിക് മാപ്പ് ഓഫ് ദ വേൾഡ് ചേഞ്ച് ഇൻ ദ 20th century? 20ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ്, ഇൻ വാട്ട് വേസ്, ഏതെല്ലാം വഴികളിലൂടെയാണ് ലിംഗ്വിസ്റ്റിക് മാപ്പ് ചേഞ്ച് ആയത് 20ാം നൂറ്റാണ്ടിൽ? അങ്ങനെ അതെഴുതാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ. അത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 12 മുതൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അവരുടെ സാമ്പത്തികമായ പ്രക്രിയകളെക്കുറിച്ചും കൃഷി രീതികളിൽ വരുന്നതാണ് അവരുടെ സാമ്പത്തികമായ രീതികൾ, ആക്ടിവിറ്റീസിനെ കുറിച്ച് എഴുതാൻ. അല്ലെങ്കിൽ എന്തെഴുതാം, എക്സ്പ്ലെയിൻ ഇൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അശോകാസ് പോളിസി ഓഫ് ധമ്മ. അശോക രാജാവിൻ്റെ, അശോക ചക്രവർത്തിയുടെ ധമ്മ പോളിസിയെക്കുറിച്ച് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എഴുതാനായിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ മാൻസബ്ദാരി സിസ്റ്റം. മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് എഴുതാനാണ്. അല്ലെങ്കിൽ ഹൗ ഡിഡ് ദ അറേഞ്ച്മെൻറ്റ്സ് സൈൻഡ് ഇൻ 1636 ബിറ്റ്വീൻ ദ മുഗൾസ് ആൻഡ് ബിജാപ്പൂർ ആൻഡ് ഗോൾക്കൊണ്ട പ്രൊവൈഡ്സ് എ ന്യൂ ഫ്രെയിം വർക്ക് ഓഫ് മുഗൾ പോളിസി ഇൻ ഡെക്കാൻ. ഡിസ്കസ്, അതിനെക്കുറിച്ചിട്ട് എഴുതാനായിട്ട് വരും. 14ാമത്തെ ക്വസ്റ്റ്യൻ, ട്രേസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യൻ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂള്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ജുഡീഷ്യൽ സിസ്റ്റം, ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ആയത്, ആരുടെ കാലത്ത്? ബ്രിട്ടീഷ് ഭരണകാലത്ത്. അതൊരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എഴുതാം, ഡിസ്ക്രൈബ് ദ സോഷ്യോ എക്കണോമിക് കോസസ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 1857 വിപ്ലവത്തിൻ്റെ സാമ്പത്തികമായ കാരണങ്ങൾ, അതിനെക്കുറിച്ച് എഴുതാനാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് വാസ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച്ഡ്? വാട്ട് വെയർ ഇറ്റ്സ് എയിംസ്? ഏത് സംഭവത്തിൻ്റെ സാഹചര്യത്തിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അതും 10 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ ഓപ്ഷൻ? മറ്റൊരെണ്ണം, വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് ഓൺ ദ പീപ്പിൾ ഓഫ് ബംഗാൾ? ബംഗാളിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, സ്വദേശി പ്രസ്ഥാനം ആയിക്കോട്ടെ, ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ്സ് അല്ലേ, ബഹിഷ്കരണ പ്രസ്ഥാനം, ഇതെല്ലാം ബംഗാളിനെ എങ്ങനെയെല്ലാം ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളതും 10 മാർക്കിന് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാപ്പാണ്. നിങ്ങൾ ആ മാപ്പ്, ഞാൻ അന്ന് മാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് 10 മാർക്ക് നഷ്ടമാകുന്നില്ല. എങ്ങനെയാണ് നോക്കിയേ, അതായത് ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ മാർക്ക് ദ ഫോളോയിങ്: ലോത്താൾ, ഹാരപ്പൻ, അതുപോലെ എക്സ്റ്റെൻറ്റ് ഓഫ് അക്ബേഴ്സ് എംപയർ. അത് കണ്ടോ, ലോത്താൾ, ഹാരപ്പൻ ഓരോ മാർക്ക് വീതമാണ്. എക്സ്റ്റെൻറ്റ് ഓഫ് അക്ബേഴ്സ് എംപയർ അതിന് 2 മാർക്ക്. പിന്നെന്താണ്, മാൾവ, ലാഹോർ, ഝാൻസി, ചമ്പാരൻ, ക്യാപിറ്റൽ ഓഫ് മൗര്യാസ്. അങ്ങനെ നിങ്ങൾ എഴുതാത്തതിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങളുടെ മാർക്ക് നഷ്ടമാകുന്നുള്ളൂ. നെക്സ്റ്റ്, അല്ലെങ്കിൽ എന്താണ്, ഓർ സാരനാഥ്. പിന്നെ ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് യൂറോപ്പ് മാർക്ക് ആൻഡ് നെയിം ദ കൺട്രി വെയർ നാസിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. നാസിസം, ഇതും നിങ്ങൾക്ക് ഞാൻ മാപ്പിൽ പറഞ്ഞു തന്നതാണ് അല്ലേ. അതായത് നാസിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് തന്നിട്ടുള്ള യൂറോപ്പിൽ എവിടെയാണ് നാസിസം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് എഴുതാനാണ്. പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സിന് എഴുതാനായിട്ടുള്ളതാണ്. പിന്നീടുള്ള അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഓപ്ഷണൽ മൊഡ്യൂൾ വരുന്നത്. ഓപ്ഷണൽ മൊഡ്യൂളിൽ ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്ത് ഓപ്ഷൻ 1 സെക്ഷൻ ബിയിലാണ്. നോക്കിയേ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ മൊണാർക്കിയൽ ആൻഡ് റിപ്പബ്ലിക്കൻ മഹാജനപദാസ്, അതിനെക്കുറിച്ച് എഴുതാൻ. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ റൈസ് ഓഫ് മഗധ ആസ് എ സ്ട്രോങ് പവർ. ഒന്നിൽ മഗധയെക്കുറിച്ച് എഴുതാൻ, അല്ലെങ്കിൽ ഏതിനെക്കുറിച്ച് എഴുതാനാണ്, മഹാജനപദാസിനെ കുറിച്ച് എഴുതാൻ. 4 മാർക്കാണ്. അല്ലെങ്കിൽ അടുത്ത് അത് 4 മാർക്കിന് ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. 14 മാർക്കിനാണ് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് 4 മാർക്കായി. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ദ ചോള അഡ്മിനിസ്ട്രേഷൻ ബിറ്റ്വീൻ AD 850 to AD
1200 1850-ന് 1200 ഇടയ്ക്കുള്ള ചോള ഭരണത്തെക്കുറിച്ച് എഴുതാനാണ്. ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ദ ചോള അഡ്മിനിസ്ട്രേഷൻ. അത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഏതെഴുതാം നിങ്ങൾക്ക് എക്സാമിൻ ദ നാച്ചർ ഓഫ് മിഡീവൽ സ്റ്റേറ്റ് അതിനെക്കുറിച്ച് എഴുതാം. അപ്പോൾ 14 മാർക്കായി. ഇത് 10 മാർക്ക്, നേരത്തെ പറഞ്ഞത് 4 മാർക്ക്. ഒന്നുകിൽ നിങ്ങൾ ഈ 14 മാർക്കിനുള്ളത് സെലക്ട് ചെയ്ത് എഴുതുക, ഈ 14 മാർക്കിൻ്റെത് എഴുതുക. അല്ലെങ്കിൽ ഓപ്ഷൻ 2 അടുത്ത് വരാൻ പോകുന്ന ഓപ്ഷൻ 2 സെലക്ട് ചെയ്ത് 14 മാർക്കിന് അത് ഫുള്ളായിട്ട് എഴുതുക. അല്ലാതെ ഓപ്ഷൻ 1-ൽ നിന്ന് 4 മാർക്കും ഓപ്ഷൻ 2-ൽ നിന്ന് 4 മാർക്ക് അങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഓപ്ഷണൽ മൊഡ്യൂൾ 1-ൽ നിന്ന് തന്നെ 14 മാർക്കിന് സെലക്ട് ചെയ്ത് എഴുതണം, ഇപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ ഓപ്ഷൻ 2-ൽ നിന്ന് എഴുതണം. ഓപ്ഷൻ 2-ൽ എന്തിനെക്കുറിച്ചൊക്കെയാണെന്ന് നോക്കിക്കോ. ഡിസ്കസ് ദ റീജിയണൽ വേരിയേഷൻസ് ഓഫ് മഹാഭാരത. അല്ലെങ്കിൽ ഏതെഴുതാം, ഹൗ ഡു ദ ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് ഡിഫൈൻ കൾച്ചർ. ഇനി അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹൗ ഈസ് കൾച്ചർ കമ്മ്യൂണിക്കേറ്റഡ്. അല്ലെങ്കിൽ ഏതെഴുതാം, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ 10 മാർക്കിന് ഹൗ ഡസ് റിലീജിയൻ ഷേപ്പ് ആൻഡ് ഇൻഫ്ലുവൻസ് കൾച്ചർ പ്രാക്ടീസസ്. ഒന്നുകിൽ ഈ 14 മാർക്കിൻ്റെത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 14 മാർക്കിൻ്റെത്. ഇത് നിങ്ങൾക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പറഞ്ഞു തന്നതാണ്. ഇത് 2015-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2015 ഏപ്രിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരു മോഡൽ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ബാക്കിയുള്ളത് കൂടി വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ നോക്കുക. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക.